അധികം മസാലകളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകാം. അതിനുവേണ്ടി നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി ഇത്രയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങ ചുട്ടത് ചതച്ചെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇട്ട് കാണിച്ച നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിന് നമ്മൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഇതെല്ലാം ഇട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം നമുക്ക്. അപ്പോൾ എന്താ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച ആ ഒരു ഉള്ളിയുടെ കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. പിന്നെ ചില്ലി ഫ്ലേക്സ്, കരിവേപ്പില ഇത്രയും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ഇത് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നല്ല സ്മെല്ലാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഡിഷിന്. ആർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ പിന്നെ തേങ്ങ. അപ്പം നമുക്ക് അതും കൂടി ഇട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ നന്നായിട്ട് വെള്ളമയൊക്കെ വറ്റി ഒന്ന് വഴണ്ട് വരട്ടെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇത് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, വെള്ളം ഒഴിക്കുന്നില്ല. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചുട്ടെടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചതച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു എന്താ പറയുക, ഒരു അടിപൊളി ടേസ്റ്റാണ്. ഈ തേങ്ങ ഇടുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവർക്കും ഈ ഒരു ഡിഷ് ഇഷ്ടപ്പെടും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകുന്നതാണേ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ട് നമ്മുടെ ചിക്കനുണ്ട്, ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ വേറെ വെള്ളമോ വേറെ ഒന്നും ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഈ ചിക്കനുള്ള വെള്ളം വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് വെന്ത് വരുന്നത്. വേറെ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ മസാലപ്പൊടി ഒന്നും ആദ്യം ഇട്ടല്ല, പിന്നെ ഒന്നും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒന്നും ആഡ് ചെയ്യുന്നില്ല. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണിത്. നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു മൂടിയുണ്ട്, ഇത് അടച്ചു കൊടുക്കാം. ഇനി തീ കുറച്ചിട്ട് വേണം ഇത് അടച്ചു കൊടുത്തിട്ട് വെക്കാനായിട്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വേറെ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ മണം വന്നുകൊണ്ടേ ഇരിക്കും. പെട്ടെന്ന് തന്നെ റെഡി ആവുന്നൊരു കാര്യം കൂടെയാണ്. അത്രയും ടേസ്റ്റ് ഉള്ളതാണ് നമ്മൾ ഇങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ മോഹൻലാലിൻ്റെ ഒരു റെസിപ്പിയാണ്. ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്തപ്പോൾ നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.